നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം പൊതുമേഖലാ ബാങ്കുകളിലെ കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടം ഇരട്ടിയായതായി കണക്കുകൾ. എൻഡിഎ സർക്കാർ അധികാരത്തിലെത്തിയ 2014 വർഷം രാജ്യത്തെ കിട്ടാക്കടം 49,000 കോടിയായിരുന്നെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് ഇരട്ടിയായി 80,000 കോടി കടന്നു. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ നിന്നും പടിയിറങ്ങിയ 2014-15 സാമ്പത്തിക വർഷം പൊതുമേഖലാ ബാങ്കുകളിലെ കിട്ടാക്കടം 49,018 കോടി. അതേ വർഷം പകുതിയോടെ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് സൗഹൃദ നയം വ്യവസായ മേഖലയിൽ പ്രതിഫലിച്ച 2015-16 സാമ്പത്തിക വർഷം കടം 57,585 കോടിയായി ഉയർന്നു. വൻകിട സാമ്പത്തിക പരിഷ്കരണങ്ങൾ പ്രഖ്യാപിച്ച നോട്ടുമാറ്റത്തിന്റെ ദുരന്തം രാജ്യം അനുഭവിച്ച 2016-17 വർഷം കടം 81,683 കോടിയായി. സാമ്പത്തിക പ്രതിസന്ധി കാരണം പല പദ്ധതികളുടെയും ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറച്ച വർഷം കൂടിയായിരുന്നു ഇത്. അന്നും കോർപ്പറേറ്റുകൾ വൻതോതിൽ പൊതുമേഖലാ ബാങ്കിൽ നിന്നും കടമെടുത്തു. നടപ്പ് സാമ്പത്തിക വർഷമായ 2017-18 സെപ്റ്റംബർ 30 വരെയുള്ള കണക്ക് പ്രകാരം കടം 53,625 കോടി കടന്നിരിക്കുന്നു. അതായത് മോദി സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യ വർഷമുള്ള കിട്ടാക്കടത്തിന്റെ കണക്ക് നടപ്പ് സാമ്പത്തിക വർഷം പകുതിയോടെ മറികടന്നു. രാജ്യം വിട്ട നീരവ് മോദി പഞ്ചാബ് നാഷണൽ ബാങ്കിനെ ഗ്യാരണ്ടിയാക്കി വിദേശ ബാങ്കുകളിൽ നിന്നും കടമെടുത്തതിന്റെ ബാധ്യത കൂടി കണക്കിലെടുത്താൽ ഈ വർഷത്തെ കിട്ടാക്കടം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലുതായിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കിട്ടാക്കടങ്ങൾ പല പൊതുമേഖലാ ബാങ്കുകളുടെയും ആസ്തി തന്നെ അപകടത്തിലാക്കി. ഇത് സാധാരണക്കാരായ ബാങ്ക് ഉപഭോക്താക്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി. ബാങ്കുകൾ പ്രതിസന്ധിയിലായതിനാൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അതേസമയം കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നതും ദുരൂഹം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയ നീരവ് മോദിയുടെ സ്ഥാപനങ്ങളിൽ ഇന്നും പരിശോധന തുടരും. ഇന്നലെ നടത്തിയ റെയ്ഡിൽ 529 കോടിയുടെ വജ്രാഭരണങ്ങളും സ്വർണവും പിടിച്ചെടുത്തിരുന്നു. നീരവ് മോദിയുടെ പാസ്പോർട്ട് 4 ആഴ്ചത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നീരവിന്റെ ഇന്ത്യക്ക് പുറത്തുള്ള ഷോറൂമുകളിൽ നിന്നും ഇടപാടുകൾ നടത്തരുതെന്നും എൻഫോഴ്സ്മെന്റ് നിർദ്ദേശം നൽകി. തട്ടിപ്പ് കണ്ടെത്തിയതോടെ രാജ്യം വിട്ട നീരവ് മോദി ന്യൂയോർക്കിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും നീരവ് എവിടെയാണെന്ന് അറിയില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഇന്നലെ നീരവ് മോദിയുടെ പാസ്പോർട്ട് മരവിപ്പിച്ച ശേഷമാണ് വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത്. 4 ആഴ്ചത്തേക്കാണ് പാസ്പോർട്ട് മരവിപ്പിച്ചത്. നീരവിന്റെ സ്ഥാപനങ്ങളിൽ ഇന്നും എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന തുടരും. ഇന്നലെ നടത്തിയ പരിശോധനയിൽ 529 കോടിയുടെ വജ്രാഭരണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതോടെ 5,629 കോടിയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തത്. ന്യൂയോർക്ക്, ലണ്ടൻ, മക്കാവു തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള നീരവിന്റെ ഷോറൂമുകൾ വഴി ഇടപാടുകൾ നടത്തരുതെന്ന് കർശന നിർദ്ദേശവും നൽകി. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിയണമെന്നും ഉത്തരം പറയണമെന്നും CPIM-ഉം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു. തട്ടിപ്പ് കേസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും മഹാരാഷ്ട്ര, ഗുജറാത്ത് സർക്കാരുകൾക്കും അറിയാമായിരുന്നുവെന്നും കോൺഗ്രസും കുറ്റപ്പെടുത്തി. എന്നാൽ UPA സർക്കാരിന്റെ കാലത്തെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് മോദി സർക്കാരിന്റെ ജാഗ്രതയാണെന്നാണ് BJP-യുടെ അവകാശവാദം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. 60 നിയമസഭാ സീറ്റുകളിലേക്കായി 297 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. മുഴുവൻ സീറ്റിലും CPIM-ന്റെ നേതൃത്വത്തിൽ ലെഫ്റ്റ് ഫ്രണ്ട് മത്സരിക്കുന്നുണ്ട്. 56 സീറ്റിൽ കോൺഗ്രസും 51 സീറ്റിൽ BJP-യും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. 3214 പോളിംഗ് സ്റ്റേഷനുകൾ സംസ്ഥാനത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. 25 വർഷമായി CPIM ഭരിക്കുന്ന ത്രിപുരയിൽ ഇത്തവണ പാർട്ടി വൻ വിജയം പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് പ്രതിപക്ഷ നേതാവും വിവിധ MLA-മാരും BJP-യിലേക്ക് മാറിയ ത്രിപുരയിൽ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു കേന്ദ്രഭരണ പാർട്ടിയുടെ പ്രചാരണം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 25 വർഷമായി ചുവപ്പണിഞ്ഞ ത്രിപുരയിൽ ഇത്തവണയും CPIM-ന്റെ നേതൃത്വത്തിലുള്ള ലെഫ്റ്റ് ഫ്രണ്ട് വൻ വിജയം പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രചാരണം. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. 3214 പോളിംഗ് സ്റ്റേഷനുകൾ സംസ്ഥാനത്തുടനീളം സജ്ജീകരിച്ചു. ആകെയുള്ള 60 നിയമസഭാ സീറ്റുകളിലേക്കായി 297 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ഇടതുപക്ഷം 60 സീറ്റിലും മത്സരിക്കുന്നു. 56 സീറ്റിൽ കോൺഗ്രസ്. വിഘടനവാദികളായ IPFT-യുമായി കൈകോർത്താണ് BJP-യുടെ മത്സരം. 51 സീറ്റിൽ BJP മത്സരിക്കുമ്പോൾ 9 സീറ്റ് ഘടകകക്ഷിയായ IPFT-ക്ക് നൽകിയിട്ടുണ്ട്. 2013-ലെ തെരഞ്ഞെടുപ്പിൽ 60-ൽ 49 സീറ്റും നൽകിയാണ് ജനങ്ങൾ CPIM-നെ വിജയിപ്പിച്ചത്. 48.1% വോട്ട് പാർട്ടിക്ക് ത്രിപുരയിലുണ്ട്. കോൺഗ്രസിന് 10 സീറ്റ് മാത്രം.
BJPക്ക് ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ കേരളം കഴിഞ്ഞാൽ CPIM ഭരിക്കുന്ന ത്രിപുരയിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റെങ്കിലും നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അധ്യക്ഷൻ അമിത്ഷാ, 70ഓളം കേന്ദ്രമന്ത്രിമാരും ത്രിപുരയിൽ പ്രചാരണം നടത്തി. പക്ഷേ മണിക് സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ BJPക്ക് തിരിച്ചടിയാകുന്നു. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് 24 സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരരംഗത്തുണ്ട്. അടുത്ത മാസം 3-ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൃശൂരിൽ ചേർന്ന CPIM സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്ക് ഇന്ന് കയ്യൂരിൽ തുടക്കമാകും. കയ്യൂർ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദന് പതാക കൈമാറി ഇന്ന് ഉച്ചയ്ക്ക് 2-ന് ജാഥ ഉദ്ഘാടനം ചെയ്യും. പൈവളികയിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ ജാഥകൾക്കൊപ്പം ചെറുവത്തൂരിൽ സംഗമിച്ച് ഇരു ജാഥകളും 21-ന് തൃശൂരിൽ എത്തിച്ചേരും. ഈ മാസം 22 മുതൽ 25 വരെ തൃശൂരിൽ ചേരുന്ന CPIM സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള ചെങ്കൊടി അനുസരിതരായ കയ്യൂർ രക്തസാക്ഷികളുടെ ചുവന്ന മണ്ണിൽ നിന്ന് രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന ചടങ്ങിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ജാഥ ലീഡർ MV ഗോവിന്ദന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം പൈവളികയിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ ജാഥയുമായി ചെറുവത്തൂരിൽ പതാക ജാഥ കൂടിച്ചേർന്ന് ഈ മാസം 21-ന് തൃശൂരിൽ ഇരു ജാഥകളും ഒന്നായി സമാപിക്കും. കാസർഗോഡ് ജില്ലയിലെ 38 രക്തസാക്ഷികളുടെ ധന്യസ്മരണകൾ ജ്വലിക്കുന്ന 38 ദീപശിഖകളും ഇന്ന് വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. പൈവളികയിൽ P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്ത ദീപശിഖ ജാഥകളുടെ പ്രയാണം ആദ്യനാൾ സമാപിച്ചത് കാഞ്ഞങ്ങാട്ടാണ്. TV രാജേഷ് MLA ആണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നും പ്രയാണം ആരംഭിച്ച ദീപശിഖകൾ കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിൽ എത്തിച്ചേരും. തുടർന്ന് കണ്ണൂർ ജില്ലയിലാണ് ജാഥകളുടെ പ്രയാണം. അത്ലറ്റുകൾ കൈമാറിയാണ് പതാക ദീപശിഖ ജാഥകളുടെ മുന്നേറ്റം. ചുവപ്പ് സേനയും വാദ്യസംഘവും ഇരുചക്രവാഹനങ്ങളിൽ CPIM പ്രവർത്തകരും ജാഥകളെ അനുഗമിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാംസ്കാരിക നഗരിക്ക് താളക്കൊഴുപ്പ് പകർന്ന് 100 കണക്കിന് വാദ്യമേള കലാകാരന്മാർ ഒത്തുചേർന്നു. തൃശൂരിൽ നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സ്വരാജ് റൗണ്ടിന് ചുറ്റും വാദ്യവിസ്മയം തീർത്തത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി, പെരുവനം കുട്ടന്മാരാർ, PK നാരായണ നമ്പ്യാർ എന്നിവർ ചേർന്നാണ് അപൂർവ സംഗമത്തിന് തുടക്കം കുറിച്ചത്. വ്യത്യസ്ത തലമുറകളിലെ വാദ്യകലാകാരന്മാരുടെ ഒത്തുചേരലിലൂടെ ചരിത്രത്തിലിടം പിടിക്കുന്ന സംഗമത്തിനാണ് ശക്തന്റെ തട്ടകം സാക്ഷ്യം വഹിച്ചത്. മേളപ്രമാണിമാരായ PK നാരായണൻ നമ്പ്യാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, പെരുവനം കുട്ടന്മാരാർ എന്നിവരാണ് മേളപ്പെരുക്കത്തിന് തുടക്കമിട്ടത്. അന്നമനട പരമേശ്വരമാരാർ, പെരിങ്ങോട് ചന്ദ്രൻ എന്നിവരുൾപ്പെടെ മറ്റു പ്രമുഖരും സംഗമത്തിന്റെ ഭാഗമായി. ശാസ്താംകോട്ട, തായമ്പക, പഞ്ചവാദ്യം, ചിങ്കാരിമേളം, പാണ്ടിമേളം, ദഫ്മുട്ട് തുടങ്ങി 2 ഡസനോളം വാദ്യമേളങ്ങളാണ് നഗരത്തിൽ അണിനിരന്നത്. 5 വയസ്സുകാരൻ മുതൽ നവതിയുടെ നിറവിലെത്തിയവർ വരെ സ്വരാജ് റൗണ്ടിന് ചുറ്റും താളവിസ്മയം തീർക്കാൻ കൈകോർത്തു. അപൂർവ സംഗമം ആസ്വദിക്കാൻ 100 കണക്കിന് ആളുകളാണ് നഗരിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇടവേള. കോട്ടയം ജില്ലയിൽ RSS BJP ആക്രമണം തുടരുന്നു. പാലാ കൊഴുവനാലിൽ CPIM ലോക്കൽ സെക്രട്ടറി VG ബിനുവിന്റെ വീട് ആക്രമിച്ച അച്ഛനെയും ഭാര്യ സഹോദരനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണം BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് CPIM ആരോപിച്ചു. മുഖംമൂടി ധരിച്ചെത്തിയ 10 പേരടങ്ങുന്ന RSS BJP അക്രമി സംഘം അരമണിക്കൂറോളം വീടിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അഴിഞ്ഞാടുകയായിരുന്നു. ബിനുവിന്റെ അച്ഛൻ ഗോപാലകൃഷ്ണൻ നായരെയും ഭാര്യ സഹോദരൻ കണ്ണനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇരുവരുടെയും കൈക്കും തോളിനുമാണ് വെട്ടേറ്റത്. അമ്മ സരോജിനിക്കും മർദ്ദനമേറ്റു. അടിച്ചെല്ലാം പൊട്ടിക്കുന്ന അച്ഛ കേട്ടോ ഞങ്ങൾ ഇതെല്ലാം കഥകൾ തോന്നും. ഞാൻ കഥ പോകുമ്പോൾ തന്നെ അച്ഛനും അതൊക്കെ വന്നു എന്നെ തള്ളിയിട്ടിട്ട് അച്ഛനിട്ടടി. ബിനുവിന്റെ മുറിയുടെ വാതിൽ തകർക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ RSS അക്രമി സംഘം TVയും ഫ്രിഡ്ജും അലമാരയും ഉൾപ്പെടെ വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും തകർത്തു. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ തകർത്ത ശേഷം ഇരുചക്രവാഹനങ്ങൾക്ക് കേടുവരുത്തി. ഫോറൻസിക് സംഘം ബിനുവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി. BJP നേതൃത്വത്തിന്റെ അറിവോടെയാണ് ആക്രമണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ പറഞ്ഞു. ഏകപക്ഷീയമായി RSS BJP സംഘം ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നു.
ഇതിനെയാണ് CPM ഓഫീസിനെതിരായി കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം, ഓഫീസ് കത്തിക്കാനുള്ള ശ്രമം, പ്രകടനത്തിന് നേരെയുള്ള ആക്രമണം. അപ്പോൾ ഇതെല്ലാം അവരുടെ സംസ്ഥാന നേതൃത്വം തന്നെ വന്നിരുന്ന് പ്ലാൻ ചെയ്ത് വളരെ ആസൂത്രിതമായി ജില്ലാ നേതൃത്വമായി കൂടിയാലോചിച്ച് നടപ്പാക്കിയിട്ടുള്ള. CPIM പാലാ ഏരിയ കമ്മിറ്റി അംഗം പുഷ്പചന്ദ്രന്റെ വീട്ടിൽ ശിവരാത്രി ദിനത്തിൽ RSS സംഘം ആക്രമണം നടത്തിയിരുന്നു. മറ്റ് പ്രകോപനങ്ങളൊന്നും ഇല്ലാതെയാണ് ജില്ലയിൽ തുടർച്ചയായി RSS BJP അക്രമം അഴിച്ചുവിട്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഗൗരിനേഖ കേസിൽ കുറ്റപത്രം നൽകുന്നതിന് മുമ്പ് പ്രിൻസിപ്പാളിനെ പ്രതി ചേർക്കണമെന്ന പരാതിയിൽ അന്വേഷണം പൂർത്തിയാക്കിയേ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ ശ്രീനിവാസ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പ്രിൻസിപ്പാളിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഗൗരിയുടെ രക്ഷിതാക്കൾ DGPക്ക് പരാതി നൽകിയിരുന്നു. അതേസമയം ട്രിനിറ്റി ലൈസിയം സ്കൂൾ മാനേജ്മെന്റ് നൽകിയ മറുപടിക്ക് കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ചുട്ട മറുപടി നൽകി. സ്കൂൾ മാനേജ്മെന്റ് നിയമ നടപടികളെ വർഗീയമായി കണ്ടത് ശരിയായില്ലെന്ന് കൊല്ലം DD KS ശ്രീകലയുടെ പുതിയ നോട്ടീസിൽ പറയുന്നു. കുറ്റപത്രം നൽകും മുമ്പ് പ്രിൻസിപ്പാളിനെയും പ്രതി ചേർക്കണമെന്ന് ഗൗരിയുടെ രക്ഷിതാക്കൾ ശക്തമായ ആവശ്യം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് DGPയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പ്രസന്നന്റെയും ഷാലിയുടെയും ആവശ്യങ്ങളും സംശയങ്ങളും നേരിൽ കേട്ടത്. ഇവരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. സ്കൂളിലെ ജീവനക്കാരിൽ ചിലരെ വീണ്ടും ചോദ്യം ചെയ്യുകയും CCTV ദൃശ്യങ്ങൾ പുനർപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിന് പഴുതുകൾ അടച്ചുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കുന്നതെന്നും പ്രിൻസിപ്പാൾ ക്രിമിനൽ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിവ് ലഭിച്ചാൽ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. അന്വേഷണം പൂർത്തിയായിട്ട് നമുക്കൊരു നിലപാട് സ്വീകരിക്കാം. പ്രാഥമികമായിട്ട് ഒരു നിലപാട് വേണ്ട. തങ്ങളുടെ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രസന്നൻ പറഞ്ഞു. കുറേ സംശയങ്ങൾ നമ്മളുടെതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതെല്ലാം ചോദിച്ചിട്ട് ഈ പ്രതികൾക്ക് രക്ഷപ്പെടാത്ത രീതിയിലുള്ള പഴുതടച്ചുള്ള ചാർജ് ഷീറ്റ് തന്നെ കൊടുക്കണമെന്ന് ഞങ്ങൾ രണ്ടുപേരോട്, ഞാനും എൻ്റെ ഗൗരിയുടെ അമ്മയുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരോട് അപേക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംശയങ്ങളും അവലാദികളും എല്ലാം അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള അന്വേഷണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ട് അത് പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത രീതിയിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ്. പ്രിൻസിപ്പാളിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച നടപടികളെ തെറ്റായും വർഗീയപരമായും വ്യാഖ്യാനിക്കുന്ന നടപടി ശരിയല്ലെന്ന് കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ KS ശ്രീകല സ്കൂൾ മാനേജ്മെന്റിന് നൽകിയ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെ വിദ്യാഭ്യാസം, സംരക്ഷണം, കായികവും കലാപരമായും സാംസ്കാരികവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കൽ, മൂല്യബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കൽ തുടങ്ങിയ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിക്കുന്നത്. CBSE, ICSE സ്കൂളുകൾക്ക് NOC നൽകുമ്പോൾ സ്കൂളുകൾ ഇതൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും DD മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇതര സംസ്ഥാനക്കാർ അന്യരല്ല എന്ന സന്ദേശമുയർത്തി DYFI കണ്ണൂരിൽ ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. നവമാധ്യമ മേഖലയിൽ പ്രചരിപ്പിക്കുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന വ്യാജ വാർത്തയെ തുടർന്നാണ് DYFI ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിച്ചത്. കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പങ്ക് വിലമതിക്കാനാവാത്തതാണെന്ന ബോധ്യമാണ് ഏകതാ സമ്മേളനത്തിന്റെ വിജയം. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന നവമാധ്യമ മേഖലയിലെ വ്യാജ വാർത്തകളെ ഇല്ലാതാക്കാനാണ് DYFI ഇങ്ങനൊരു സംഗമം സംഘടിപ്പിച്ചത്. കേരളത്തിൽ തൊഴിൽ ചെയ്യുന്ന നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏകതാ സമ്മേളനത്തിൽ പങ്കെടുത്തു. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധ്വാനിക്കുന്നവന്റെ വിയർപ്പുണങ്ങുന്നതിന് മുൻപ് കൂലി നൽകണമെന്ന മഹത്തായ ആശയം നടപ്പിലാക്കിയത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. കേരളത്തിൽ കൂലി കൂടുതൽ കിട്ടാൻ കാരണം കേരളത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി പോരാട്ടം നടത്തി അധ്വാനിക്കുന്നവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് കൂലി നൽകണമെന്നുള്ള മനുഷ്യത്വപരമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മുദ്രാവാക്യം വിജയകരമായി പൂർത്തീകരിക്കുന്നത് സ്വന്തം ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ട നിരവധി രക്തസാക്ഷികളുടെ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമാണെന്ന് എടുത്തു പറയാൻ ഞങ്ങൾക്ക് തെല്ലും മടിയില്ല. അതാണ് കേരളത്തിൽ ഈ നിലയിൽ കൂലി കിട്ടാൻ കാരണം. നവമാധ്യമ മേഖലയിൽ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയെ തുടർന്ന് നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മാനസിക വൈകല്യമുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയെ ഒരു കൂട്ടം വ്യക്തികൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ മർദ്ദിച്ചിരുന്നു. വ്യാജ പ്രചരണങ്ങളുടെ പേരിൽ തൊഴിലാളികളെ ആക്രമിക്കാൻ മുതിർന്നാൽ DYFI സംരക്ഷണ വലയം ഒരുക്കുമെന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഇത്തരം തെറ്റായ പ്രവണതകൾ കടന്നു വന്നാൽ, നിങ്ങൾ ഇതിന്റെ ഭാഗമായി ആരെങ്കിലും ആക്രമിക്കാൻ മുന്നോട്ട് വന്നാൽ ആ അക്രമത്തെ ചെറുക്കാൻ സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറുള്ള പ്രസ്ഥാനമാണ് DYFI പ്രസ്ഥാനമെന്ന് പറയാൻ ഞങ്ങൾക്ക് തെല്ലും മടിയില്ല. നിർമ്മാണ മേഖല അടക്കമുള്ള തൊഴിൽ മേഖലയിൽ ഈ അതിഥി തൊഴിലാളികൾ ഇന്ന് കേരളത്തിന് അവിഭാജ്യ ഘടകമാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മലയോര ജനതയുടെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് ഇടുക്കിയിൽ ഇന്ന് പട്ടയമേള. 3 ഇടങ്ങളിലായി നടക്കുന്ന രണ്ടാം ഘട്ട പട്ടയ വിതരണത്തിന് റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനും വൈദ്യുതി മന്ത്രി MM മണിയും നേതൃത്വം നൽകും. മേളയിലാകെ 10,830 ഉപാധിരഹിത പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. 1993 വനഭൂമി ക്രമീകരണ നിയമപ്രകാരവും
64 ഭൂപതിവ് ചട്ടപ്രകാരവുമാണ് കുടിയേറ്റക്കാർക്ക് ഉപാധിരഹിത പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത്. കുമിളി, ഇരട്ടയാർ, അടിമാലി എന്നിവിടങ്ങളിലാണ് പട്ടയ വിതരണം നടക്കുക. ജില്ലയിലെ 5 ഭൂപതിവ് ഓഫീസുകളിലും ദേവികുളം താലൂക്ക് ഓഫീസിലും ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ചാണ് പട്ടയങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പട്ടയമേളയിൽ ഉപാധിരഹിത പട്ടയ ഫോം ഇല്ലാതിരുന്നതിനാൽ വിതരണം ചെയ്യാൻ കഴിയാതെ പോയ 2500 പട്ടയങ്ങളും ഇത്തവണ വിതരണം ചെയ്യും. ഇരട്ടയാർ, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലെ 10 ചെയിൻ മേഖലകളിലെ 7 ചെയിൻ മേഖലകളിൽ ഉള്ളവർക്കും ഇത്തവണ പട്ടയം ലഭിക്കും. 3 ചെയിൻ മേഖലയിൽ ഉള്ളവർക്ക് പട്ടയം വേണം എന്ന ആവശ്യം ശക്തമാണ്. ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ട പ്രദേശങ്ങളിലെ ഭൂവുടമകൾക്കും ഇത്തവണ പട്ടയം നൽകും. വനാവകാശ നിയമം പ്രകാരം 90% പേർക്കും പട്ടയം ലഭിക്കുമ്പോൾ ഭൂപതിവ് ചട്ടപ്രകാരമുള്ള അപേക്ഷകളിൽ നിലവിലെ നിയമതടസ്സം മൂലം 20 മുതൽ 30% വരെയാണ് പരിഗണിച്ചിട്ടുള്ളത്. കയ്യേറ്റ പ്രദേശങ്ങളായി കണക്കാക്കിയ വാഗമൺ, കോട്ടക്കമ്പൂർ, വട്ടവട, KDH വില്ലേജുകളെ പട്ടയ വിതരണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച് ഓർത്തഡോക്സ് സഭ. സഭാ തർക്കത്തിൽ സർക്കാരിന്റേത് നീതിപൂർവമായ നിലപാടാണെന്ന് പൗലോസ് ദിദിയൻ കത്തോലിക്ക ബാവ. സഭാ തർക്കത്തിൽ പാത്രിയാർക്കീസ് ബാവ അടക്കം ആരുമായും ചർച്ച ചെയ്യാൻ സഭ തയ്യാറല്ലെന്നും കത്തോലിക്ക ബാവ അറിയിച്ചു. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം വീണ്ടും ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് ഓർത്തഡോക്സ് സഭാ തലവൻ സഭാ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. പരമോന്നത കോടതിയിൽ നിന്ന് ലഭിച്ച വിധി നടപ്പാക്കുകയാണ് സഭാ തർക്കം പരിഹരിക്കാനുള്ള ഏകമാർഗമെന്ന് കാതോലിക്ക ബാവ പറഞ്ഞു. നിയമം ആവശ്യമില്ല എന്ന് കരുതുന്നവർ അരാജകവാദികളാണ്. ഇവരുമായി എങ്ങനെ ചർച്ച നടത്തുമെന്നും കാതോലിക്ക ബാവ ചോദിച്ചു. സഭാ തർക്കത്തിൽ LDF സർക്കാർ നീതിപൂർവമായാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് സർക്കാരിനോട് സഭയ്ക്ക് നന്ദിയുണ്ടെന്നും കാതോലിക്ക ബാവ അറിയിച്ചു. സർക്കാരിന്റെ ഇതുവരെയുള്ള നിലപാടുകൾ സ്വാഗതാർഹമാണ്. നടപ്പിലാക്കി തരാൻ വേണ്ടി ഞങ്ങൾ ഒരു സമ്മർദ്ദവും സർക്കാരിൽ ചെലുത്തുകയില്ല, ചെലുത്തേണ്ട ആവശ്യമില്ല. ഒരു കമ്പാരിസൺ പറഞ്ഞാല് വിധി നടപ്പാക്കുകയല്ല, നടപ്പാക്കാതിരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുകയില്ല. അതാണ് ഇവിടെ നടന്നിരുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് എപ്പോഴും ഇത് വിധി നടപ്പിൽ അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരിക്കലും സമ്മതിക്കയില്ല എന്ന സൂചനയാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നാൽ സഭാ തർക്കത്തിൽ ഉമ്മൻചാണ്ടിയും UDF സർക്കാരും വഞ്ചനയാണ് സഭാവിശ്വാസികളോട് കാട്ടിയതെന്ന് കാതോലിക്ക ബാവ പറഞ്ഞു. എത്ര ജെന്റിൽമാൻ എഗ്രിമെന്റ് ഇവിടെ ഉണ്ടായി, എത്രമാത്രം ചർച്ചകൾ നടത്തി. 2011 അന്നത്തെ മുഖ്യമന്ത്രി എഴുതി ഒപ്പിട്ട് തന്ന കടലാസിന് എന്താ വിലയുണ്ടായേ? സഭാതർക്കം പരിഹരിക്കാൻ പാത്രിയാർക്കീസ് ബാവയടക്കം ആരുമായും ചർച്ചയ്ക്ക് ഓർത്തഡോക്സ് സഭ തയ്യാറല്ലെന്നും കാതോലിക്ക ബാവ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്നത്തെ വാർത്തകൾ നാളത്തെ ചരിത്രമാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി റഷീദ് പാലക്കാട് ഒരുക്കിയിരിക്കുന്ന പത്രപ്രദർശനം ഇങ്ങനെ വർഷങ്ങളുടെ ചരിത്രം പറയുകയാണ്. വിദേശ രാജ്യങ്ങളിലേതടക്കം വർഷങ്ങളുടെ പഴക്കമുള്ള വ്യത്യസ്തമായ പത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. മലയാളം വായിക്കാൻ മാത്രമേ റഷീദിനറിയൂ. വായിച്ചു കിട്ടുന്ന അറിവുകൾ ചരിത്രമായി അടുത്ത തലമുറക്കു കൂടി കാത്തുവെക്കുകയാണ് റഷീദ്. പ്രധാന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ദുരന്തങ്ങളും പ്രമുഖരുടെ മരണവും ചരിത്ര സംഭവങ്ങളുമെല്ലാം വാർത്തകളായ 77 വർഷത്തെ പത്രങ്ങളാണ് ശേഖരത്തിലുള്ളത്. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പത്രവിതരണ ജോലിയിൽ ഏർപ്പെട്ട കാലം മുതലാണ് റഷീദ് പത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയത്. ഞാൻ 45 വർഷമായി പഴയ പത്രങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ 6ാമത്തെ വയസ്സിൽ 1ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പത്ര വിൽപ്പനക്കാരനായിരുന്നു. അങ്ങനെ പത്ര വിൽപ്പനയിൽ അന്ന് വളരെ പഠിക്കാനൊന്നും നിവർത്തിയില്ലായിരുന്നു. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 73 സർക്കാർ സർവീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് ജോലി നോക്കുകയായിരുന്നു. അവിടെ നിന്ന് ജോലി ഇരിക്കവേ തന്നെ പത്രങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കാൻ. ഇത്രയും കാലത്തിനിടെ പത്രങ്ങൾക്ക് അച്ചടിയിലും രൂപകൽപ്പനയിലും ഭാഷയിലുമെല്ലാം ഉണ്ടായ മാറ്റം പ്രദർശനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ആരോഗ്യവകുപ്പിലാണ് റഷീദ് ജോലി ചെയ്തിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇൻഫർമേഷൻ വകുപ്പിന്റെ സഹായത്തോടെ പ്രദർശനം സംഘടിപ്പിക്കാൻ അനുമതി ലഭിച്ചത്. പ്രസ് ക്ലബും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുമായി സഹകരിച്ചാണ് പാലക്കാട് 2 ദിവസത്തെ പത്രപ്രദർശനം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാരാമൺ കൺവെൻഷനുകളുടെ ചരിത്രത്തിൽ ആദ്യമായി യുവജനവേദിയിൽ ഭിന്നലിംഗക്കാർക്കും സ്ഥാനം നൽകി. ഭിന്നലിംഗക്കാരെ വിശ്വാസ സമൂഹത്തിന്റെയും സഭയുടെയും ഭാഗമാക്കാൻ വേണ്ടത് ചെയ്യുമെന്ന് മാർത്തോമാ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊലിത്ത സമ്മേളനത്തിൽ ഉറപ്പു നൽകി. ദില്ലിയിൽ നിന്നുമാണ് സെലിൻ തോമസ് മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയത്. ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെട്ടവർ പൊതുസമൂഹത്തിലും കുടുംബങ്ങളിൽ പോലും നേരിടുന്ന അവഹേളനവും ഒഴിവാക്കലുകളും സെലിൻ വിശ്വാസ സമൂഹത്തോട് പങ്കുവച്ചു. ഞങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണ്? ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു അർദ്ധനാരിയായി ജനിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇത് ഞങ്ങളുടെ തെറ്റാണോ? ഈ ലിംഗവ്യത്യാസം കൊണ്ട് ജനങ്ങൾ ഇത്രമാത്രം വ്യത്യാസമായി പെരുമാറുവാനുള്ള കാരണം എന്താണ്?
ഭിന്നലിംഗക്കാർ സമൂഹത്തിൽ ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സർക്കാർ പ്രഖ്യാപനങ്ങൾ നടപ്പിലാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. 70 വർഷം നീണ്ടി വന്നു കേരളത്തിൽ പോളിസി ഗവൺമെന്റ് കൊണ്ടുവരാൻ. കേരള ഗവൺമെന്റ് 2014 നൽസ ജഡ്ജ്മെന്റ് സുപ്രീം കോടതി വിധി വരെ കാത്തിരിക്കേണ്ടി വന്നു നമുക്ക് കേരള ഗവൺമെന്റ് പോളിസി കൊണ്ടുവരാൻ. എന്നാൽ ആ പോളിസി വെറും കടലാസുകൾ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. പോളിസി ഒരു അറ്റ്ലീസ്റ്റ് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്, ഞാൻ കേരളത്തിലുള്ളതാണെന്ന് പറയാൻ വേണ്ടി ഒരു ഐഡന്റിറ്റി കാർഡ് പോലും ഇന്ന് സർക്കാർ തരാൻ തയ്യാറാവുന്നില്ല. ഭിന്നലിംഗക്കാർക്ക് പൊതുസമൂഹത്തിൽ സ്വീകാര്യതയും സംരക്ഷണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഒരുക്കുന്നതിന് പരിശ്രമിക്കുമെന്ന് മാർത്തോമാ സഭാ മെത്രാപ്പൊലീത്തയും പറഞ്ഞു. മാംസവും സ്വന്തം അസ്ഥിയുമായിരിക്കുന്നതായ അതേ സ്വന്തം രക്തവുമായിരിക്കുന്നവരെ അംഗീകരിക്കുവാൻ ഇന്നത്തെ സമൂഹത്തിലുള്ളതായ വികലിത മനോഭാവത്തെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങൾ തിരുസന്നിധിയിൽ മാപ്പ് അപേക്ഷിക്കുന്നു. മാരാമൺ കൺവെൻഷനുകളുടെ 123 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൺവെൻഷനിൽ പ്രാതിനിധ്യം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല തകർന്നടിഞ്ഞുവെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. കൊല്ലം NS സഹകരണ ആശുപത്രിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സഹകാരി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 30,000 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. സർക്കാർ സഹകരണ മേഖലയിലെ കോളേജുകൾ മാത്രമേ ഇപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ഇറാഖിലെ യുദ്ധഭൂമി പോലെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസം. ബോംബ് വീഴുന്നത് പോലെയാണ് അവസ്ഥ. കച്ചവട മേഖലയായി മാറി. കൂണുപോലെ മുളക്കുന്ന വിവാഹ ഓഡിറ്റോറിയങ്ങൾ പാർക്കിംഗ് സൗകര്യം അനുവദിക്കുന്നില്ല. യാതൊരു നികുതിയും ഒടുക്കാതെ റോഡുകളിൽ പാർക്കിംഗ് കേന്ദ്രമാക്കി വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. മുതലാളിത്തം മുതലാളിമാരെ തന്നെ നശിപ്പിക്കുന്നു. മുതലാളിമാർ ആത്മഹത്യ ചെയ്യുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പി രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു.